ഇത് കണ്ണൂർ ജില്ലയിലുള്ള MPK ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. 2000 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിനകത്തും പുറത്തും നമ്മൾ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പല കസ്റ്റമറെയും നമ്മൾ കാണുമ്പോൾ ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു സാധാരണ ഒരു ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അതിനെപ്പറ്റി അത്ര മേൽ ഗൗനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആശയത്തെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഈ നെറ്റ് ക്രസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവത്തെപ്പറ്റി മനസ്സിലാക്കുകയും അവരുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു സർവീസ് നമ്മൾ വെബ്സൈറ്റ് വന്നപ്പോൾ അതിൻ്റെ കണ്ടൻറ്റുകൾ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെബ്സൈറ്റ് വന്നതിന് ശേഷം പല എൻക്വയറീസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ നമുക്ക് വളരെ വിശദമായി കൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ പുതിയ ക്ലയൻറ്റുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ളൊരു ബിസിനസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ തന്നെ GCCയിലേക്ക് നമ്മളെ MPK ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഉൽപ്പന്നങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ഈ വെബ്സൈറ്റ് നമുക്ക് ഏറ്റവും ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഈ ഒരു സംവിധാനത്തെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ ഈ വെബ്സൈറ്റ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഉൽപ്പന്നത്തെ നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും അന്യ സംസ്ഥാനക്കാർക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ വെബ്സൈറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ പുതിയ ആളുകൾ പുതിയ ടെക്നോളജികളൊക്കെ ആയി നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രോഷർ എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ അടുത്ത് പലപ്പോഴും ഞാനൊക്കെ ചെയ്യുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആളുകൾ വെബ്സൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അതില്ല, അത് നമുക്കൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് തോന്നലായിരുന്നു. പക്ഷേ നമ്മളിതൊക്കെ വന്നപ്പോൾ പല ആളുകളും നമ്മുടെ പുതിയ ക്ലയൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ വെബ്സൈറ്റ് ഞങ്ങൾ കൊടുത്താൽ അവർക്ക് അത് മതി. നമ്മളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പെട്ടെന്ന് തന്നെ ബോധ്യമാകണം. പക്ഷേ ഞങ്ങളൊക്കെ മുന്നേ ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരുന്ന ചെറിയ എൻക്വയറികൾ അതൊക്കെ നാട്ടിൻപുറത്തു നിന്നുള്ള സാധാരണ കച്ചവടക്കാരുടെ ഒരു എൻക്വയറി ആയിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി പ്രതീക്ഷിക്കാത്ത തലത്തിൽ പിന്നെ വമ്പൻ സൂപ്പർ മാർക്കറ്റ് നെറ്റ്വർക്കുള്ള ആളുകൾ, പിന്നെ റീപാക്കിങ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുണ്ട്. എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ചും കൂടെ മാറ്റങ്ങൾ ഈ മേഖലകളുടെ പണ്ടത്തെ നിന്നൊക്കെ മാറി കുറച്ചും കൂടെ ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളെ കൂടെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.